2 മാസം മുമ്പ് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി പോയി. ഗംഗ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ജീപ്പിലാണ് വരുന്നത്. ഞങ്ങളുടെ ഡ്രൈവർ ഒരു വ്യൂ പോയിന്റിൽ നിർത്തി. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അവിടെ ഇറങ്ങിയിട്ട് വ്യൂ പോയിന്റിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഞങ്ങളുടെ ഡ്രൈവർ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു മുഷിഞ്ഞ വേഷമിട്ട സന്യാസിയുടെ മുന്നിൽ വളരെ ആദരവോടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാനും അവിടെ പോയി ഇങ്ങനെ നിന്ന് ഇവരെ സംസാരം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി ഇയാൾക്ക് വീടില്ല. ഇയാൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം. ഈ വഴിയരികിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു വിടവുണ്ട്. ഒരു മനുഷ്യന് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ ഇരുന്നാണ് ഈ മനുഷ്യൻ ഉറങ്ങുന്നത്. ഇയാളുടെ വേഷം എന്ന് പറയുന്നത് വെറുതെ ഒരു മുണ്ടും ഒരു ജുബ്ബയിട്ട്, അത് മുഷിഞ്ഞതാണ്. കാലിൽ ചെരുപ്പ് പോലും ഇല്ല. ഇപ്പം മഞ്ഞിങ്ങനെ മാറി തുടങ്ങിയിട്ടുള്ളൂ. അത്ര തണുപ്പുണ്ട് അവിടെ. ഞങ്ങൾക്ക് തെർമലും ജാക്കറ്റും പിന്നെ ഗ്ലൗസും ഒക്കെ ഇട്ടിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ അതൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ഇങ്ങനെ വഴിയരിയിലിരിക്കുകയാണ്. ഭക്ഷണമില്ല. ആരെങ്കിലുമൊക്കെ വഴി പോകുന്നവർ ബീഡി സമ്മാനിക്കും, ബീഡി വലിക്കും, വെള്ളം കുടിക്കും, അത്രയേ ഉള്ളൂ. ഈ ഡ്രൈവർ പോകുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ വിളിക്കുന്നത് മഹാരാജ് അനുഗ്രഹിക്കണമെന്ന് പറയാം. കുറച്ച് നേരം ആ മനുഷ്യൻ്റെ മുമ്പ് നിന്നുള്ളൂ. പക്ഷെ ഞാനും ആ കാല് തൊട്ട് നെറ്റിൽ വെച്ചിട്ടാണ് പോകുന്നത്. പിച്ചക്കാരൻ്റെ ലുക്കാണ്, പക്ഷെ ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത് മഹാരാജ് എന്നാണ്. അന്ന് ദിവസം മുഴുവൻ ഈ മനുഷ്യനായിരുന്നു ഉള്ളിൽ. ഇൻ ദ ഗോസ്പൽ ഈശോ പറയുന്നു, ടേക്ക് നത്തിങ്. ഒന്നും എടുക്കാതെ യാത്ര ചെയ്യുക. ചില മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ ഒരു തൂവല് പോലെ ഇങ്ങനെ ജീവിക്കുകയാണ്. ശരിക്കും അവരല്ലേ മഹാരാജാക്കന്മാർ?